ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റത്തിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ കേസ്. ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് സർക്കാർ അധിക ഭൂമി കയ്യേറിയതിനാണ് കേസ്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, മാത്യു കുഴൽനാടൻ MLA-ക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എപ്പോഴാണ് അദ്ദേഹം ഹാജരാകേണ്ടത്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസിന്റെ ഒരു ആധാരം. സ്ഥലം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നു എന്നുള്ളതും ഈ നോട്ടീസിൽ നിന്ന് മനസ്സിലാകുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയത്. അദ്ദേഹത്തിന് നോട്ടീസ് കൈപ്പറ്റാൻ ഇന്ന് രാവിലെയോടുകൂടിയായിരിക്കും നോട്ടീസ് അദ്ദേഹത്തിലേക്ക് എത്തുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആധാരത്തിലുള്ളത് 1 ഏക്കർ 21 സെന്റ് സ്ഥലമാണ്. പക്ഷേ റവന്യൂ വകുപ്പ് ഈ വിജിലൻസ് നിർദ്ദേശപ്രകാരം അവിടെ അളന്നപ്പോൾ 50 സെന്റ് സർക്കാർ അധിക ഭൂമി കണ്ടെത്തിയിരുന്നു. ഈ സർക്കാർ അധിക ഭൂമി മാത്യു കുഴൽനാടൻ മതില് കെട്ടി തിരിച്ച് കയ്യേറി എന്നുള്ളതാണ് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ഭൂസംരക്ഷണ നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവിക നടപടിയാണ്, കാരണം ഈ ഭൂമി തിരിച്ചു പിടിക്കണം. ഇനി അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം പലകുറിയായി ആവർത്തിച്ച് പറയുന്നുണ്ട് തന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല, താൻ ഭൂമി കയ്യേറിയിട്ടില്ല. അത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതെല്ലാം തെളിവുകൾ നിരത്തി ഇനി റവന്യൂ വകുപ്പിനെ ബോധിപ്പിക്കണം. അങ്ങനെ അദ്ദേഹം അതിൽ ബോധിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ മാത്യു കുഴൽനാടിന്റെ കൈവശമിരിക്കുന്ന റിസോർട്ട് ഭൂമിയിൽ സർക്കാരിന്റെ ഒരു ബോർഡ് എത്തും. അതായത് സർക്കാർ അധിക ഭൂമിയായി അല്ലെങ്കിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറി ഇനി ഇത് മുതൽ സർക്കാർ ഭൂമിയാണ് എന്നൊരു ബോർഡ് എത്തും. അത് ഒരു നീണ്ട ഇടവേള അല്ലെങ്കിൽ ഒരു വലിയ പ്രൊസീജിയർ അതിനുണ്ട്. അദ്ദേഹത്തിന്റെ ഹിയറിംഗ് കേൾക്കണം, അദ്ദേഹത്തിന്റെ അതിരുകൾ പങ്കിടുന്ന ആളുകളുടെ എല്ലാം വാക്കുകൾ അവരുടെ എല്ലാം മൊഴിയെടുക്കണം. അങ്ങനെ വലിയൊരു പ്രൊസീജിയർ ഉണ്ട്. പക്ഷേ മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരൽപ്പം തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഒരു വശത്ത് മാത്യു കയ്യേറിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ റവന്യൂ വിഭാഗം കൂടുതൽ ശക്തമായി ഈ സ്ഥലം തിരിച്ചു പിടിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരൽപ്പം തിരിച്ചടി തന്നെയാണ്. CPIയും സർക്കാരും ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതിനോടകം തന്നെ ഒരു പ്രചരണ ആയുധമാക്കി അല്ലെങ്കിൽ മാത്യുവിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. ഏതൊരു അന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണെന്ന് മാത്യുവും വ്യക്തമാക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ ഉണ്ടാകും. മാത്യു അടുത്ത ദിവസം തന്നെ റവന്യൂ വകുപ്പിന് മുമ്പിൽ ഹാജരാകും. ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. ഒരുപക്ഷെ അത് കോടതിയിലേക്ക് ഉൾപ്പെടെ നീളാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. പ്രവിത, സ്മിത. ശരി, എന്തായാലും മാത്യു കുഴൽനാടിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു നീക്കമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹം 50 സെന്റ് ഭൂമി കൈവശം വെച്ചു എന്നത് തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഹിയറിംഗിനുടൻ തന്നെ ഹാജരാകാനാണ് നോട്ടീസിൽ പറയുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.